ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് റിക്കറ്റ്സിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. റിക്കറ്റ്സിയ മൈക്കോപ്ലാസ്മയെ പോലെ തന്നെ ബാക്ടീരിയയാണ്. മൈക്കോപ്ലാസ്മയെ പോലെ തന്നെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ്. മൈക്കോപ്ലാസ്മയേക്കാൾ കുറച്ചുകൂടെ സൈസ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ആ ഒരു വിഭാഗത്തിൽ വരുന്ന ബാക്ടീരിയയാണ് റിക്കറ്റ്സിയ. They are obligate intracellular bacterial pathogen. They differ from mycoplasma in having a gram-negative cell wall. അപ്പം നമുക്കറിയാമായിരുന്നു മൈക്കോപ്ലാസ്മയിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സെൽ വോൾ ഇല്ല. എന്നാൽ റിക്കറ്റ്സിയയിൽ ഗ്രാം നെഗറ്റീവായിട്ടുള്ള ഒരു സെൽ വോൾ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ട്രാൻസ്മിറ്റഡ് ബൈ മീൻസ് ഓഫ് ആർത്രോപോഡ് വെക്റ്റേഴ്സ്. ആർത്രോപോഡ് വെക്റ്റേഴ്സ് ഇതിൻ്റെ ട്രാൻസ്മിഷന് കാരണമാകുന്നുണ്ട്. മൈക്കോപ്ലാസ്മ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ കൂടെ എയറോസോളൈസ്ഡ് ഡ്രോപ്ലെറ്റ്സിൽ കൂടെയായിരുന്നു സ്പ്രെഡ് ആവുന്നതെങ്കിൽ റിക്കറ്റ്സിയെ ആർത്രോപോഡ് വെക്റ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് പതോജനിസിസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഉണ്ടാക്കുന്നത്. പതോജനിക് ജനീറ ഓഫ് റിക്കറ്റ്സിയ ടു ഹ്യൂമൻസ് ഇൻക്ലൂഡ് റിക്കറ്റ്സിയ, കോക്സിയല്ല ആൻഡ് റൊക്കാംലീമിയ. അപ്പം റിക്കറ്റ്സിയയുടെ പതോജനിക്കായിട്ടുള്ള ജീനസുകളാണ് റിക്കറ്റ്സിയ, കോക്സിയല്ല ആൻഡ് റോക്കാം ലീമിയ എന്ന് പറയുന്ന 3 ജീനസ്. അപ്പം മൈക്കോപ്ലാസ്മയുടെ കൂട്ട് തന്നെ ഈ റിക്കറ്റ്സിയയും സൈറ്റോപ്ലാസത്തിനകത്തായിരിക്കും ഹോസ്റ്റിൻ്റെ ഇൻഫെക്ഷൻ നടത്തുന്നത്. അതുപോലെ ഹോസ്റ്റിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്തിൽ കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹോസ്റ്റ് സെല്ലിലെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് ബൈനറി ഫിഷൻ വഴി ഡിവൈഡ് ചെയ്തിട്ട് ബഡ്ഡിങ് വഴി അല്ലെങ്കിൽ സെല്ലിനെ ബേസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആ മോഡ് ഓഫ് ഡിവിഷൻ അല്ലെങ്കിൽ മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മയിലേതുപോലെ തന്നെയാണ്. ഒരു ഹോസ്റ്റ് സെല്ലിൻ്റെ പ്ലാസ്മ മെമ്പറൈനിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു, എന്നിട്ട് അത് ഫാഗോസൈറ്റോസിസിന് വിധേയമാകുന്നു. പക്ഷേ ഫാഗോലൈസോസോം കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് സൈറ്റോപ്ലാസത്തിനകത്തിൽ എന്ത് ചെയ്യുന്നു, ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബഡ്ഡിങ് വഴി അല്ലെങ്കിൽ സെല്ലിനെ ബേസ് ചെയ്തുകൊണ്ട് അത് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇനി അതിൻ്റെ ഷേപ്പും സൈസുമാണ്. ഒന്നുകിൽ റോഡ് ഷേപ്ഡ് അല്ലെങ്കിൽ കോക്കെ ആയിരിക്കും. പിന്നെ ചിലത് പ്ലിയോമോർഫിക് ആയിട്ടുള്ള പല പല ഷേപ്പുകളിലും കാണപ്പെടുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.1 മൈക്രോമീറ്റർ ഇൻ ഡയമീറ്റർ. റോഡിൻ്റെ സൈസ് 1 to 4 മൈക്രോമീറ്റർ ആണ്. അപ്പോൾ ഓരോ ഷേപ്പിനും ഓരോ സൈസായിരിക്കും റിക്കറ്റ്സിയെ കാണിക്കുന്നത്. Presence of cell wall indicate that they can be killed by common antibiotics that interfere with the cell wall biosynthesis. അപ്പോൾ സെൽ വാൾ ഉള്ളത് കൊണ്ട് തന്നെ പെൻസിലിൻ പോലെയുള്ള കോമൺ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ച് നമുക്ക് ഈ റിക്കറ്റ്സിയെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് ട്രാൻസ്മിഷൻ ആൻഡ് പതോജനിസിസ്. അപ്പോൾ റിക്കറ്റ്സിയെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആർത്രോപോഡ് വെക്റ്റേഴ്സിൽ കൂടെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആർത്രോപോഡ് വെക്റ്റേഴ്സ് ആയിട്ടുള്ള ടിക്സ്, ഫ്ലീസ്, ലൈസ് ഇതൊക്കെയാണ് ഇതിനെ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇൻഡിവിഡുവലിൽ നിന്നും മറ്റൊരു ഇൻഡിവിഡുവലിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് കാരണമാകുന്നത്. അതുപോലെ തന്നെ ആനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലേക്കും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആനിമൽ വെക്റ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ആനിമൽസിൽ നിന്ന് ഹ്യൂമൻസിലേക്കും ഈ റിക്കറ്റ്സിയ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. റിക്കറ്റ്സിയ കൂടുതലായിട്ടും എൻഡോത്തീലിയൽ സെൽസിനെയാണ് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ അത് അതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു സൈറ്റോസോളിൽ വെച്ചാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മൈക്കോപ്ലാസ്മയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ട്രാൻസ്മിഷൻ ആൻഡ് പതോജനിസിസിൽ നമ്മൾ പറയുന്ന റിക്കറ്റ്സിയെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നാണ്. അത് ആർത്രോപോഡ് വെക്റ്റേഴ്സ് ആയിട്ടുള്ള ടിക്ക്, അതുപോലെ ഫ്ലീസ്, ലൈസ് ഒക്കെ വഴിയാണ് ഒരു ഇൻഫെക്റ്റഡ് ഇൻഡിവിഡുവലിൽ നിന്നും ആനിമലിൽ നിന്നും മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നത്. സ്പ്രെഡ് ആയിക്കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ഇൻഡിവിഡുവലിൽ കയറിക്കഴിഞ്ഞാൽ അയാളുടെ എൻഡോത്തീരിയൽ സെൽസിനെ ആയിരിക്കും ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്ന സെൽസിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് അത് ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈ പതോജൻസ് എല്ലാം തന്നെ നമുക്ക് ടെട്രാസൈക്ലിൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ റിക്കറ്റ്സിയെ പതോജനിക്കായിട്ടുള്ള റിക്കറ്റ്സിയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമായിട്ട് റിക്കറ്റ്സിയെ ബാക്ടീരിയ ഡിസ്കവർ ചെയ്ത് ഹൊവാൾഡ് ടെയ്ലർ റിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ എന്ന് പറയുന്ന അമേരിക്കയിലൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു ഡിസീസിനെ പറ്റി പഠിച്ച ആളാണ് ഈ ഹൊവാർഡ് ടെയ്ലർ റിക്കറ്റ്സ്. പക്ഷേ അദ്ദേഹം ഈ ഡിസീസ് വന്ന് തന്നെ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണാർത്ഥമാണ് നമ്മൾ ഇതിനെ പുള്ളിക്കാരൻ്റെ പേരോടുകൂടിയ റിക്കറ്റ്സ് ഇട്ടാണ് നമ്മൾ റിക്കറ്റ്സിയെ അറിയപ്പെടുന്നത്. ബെർഗീസ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച്
പ്രോട്ടിയോ ബാക്ടീരിയ എന്ന് പറയുന്ന ഫൈലത്തിലാണ് ഈ റിക്കറ്റ്സിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രോട്ടിയോ ബാക്ടീരിയയിലെ തന്നെ ആൽഫ പ്രോട്ടിയോ ബാക്ടീരിയ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഈ റിക്കറ്റ്സിയെ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോട്ടിയോ ബാക്ടീരിയ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിൽ ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ ആൻഡ് എപ്സിലോൺ പ്രോട്ടിയോ ബാക്ടീരിയയെ പറ്റി പറഞ്ഞിരുന്നു. അതിൽ ആൽഫ പ്രോട്ടിയോ ബാക്ടീരിയയിൽ വരുന്നതാണ് ഈ റിക്കറ്റ്സി എന്ന് പറയുന്ന ബാക്ടീരിയ. അപ്പോൾ റിക്കറ്റ്സി എന്ന് പറയുന്ന ബാക്ടീരിയ അതിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹൊവാൾഡ് ടൈലർ റിക്കറ്റ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടാക്കുന്ന രോഗാണുവിനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ വർക്കിന് ആ ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിലാണ് നമ്മൾ ഈ റിക്കറ്റ്സിയെ ആ പേര് കൊടുത്തേക്കുന്നത്. ബെർഗീസ് മാനുവൽ അനുസരിച്ച് റിക്കറ്റ്സിയെ പ്രോട്ടിയോ ബാക്ടീരിയ ഫൈലത്തിലെ ക്ലാസ് ആൽഫ പ്രോട്ടിയോ ബാക്ടീരിയയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഡിസീസസ് കോസ്ഡ് ബൈ റിക്കറ്റ്സിയ. ഇപ്പോൾ റിക്കറ്റ്സിയെ കോസ് ചെയ്യുന്ന കുറച്ച് റിക്കറ്റ്സിയ ജീനസിൻ്റെ ഡിസീസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിലെ കോമൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ടൈഫസ് എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. അത് റിക്കറ്റ്സിയ ടൈഫിയാണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ റിക്കറ്റ്സിയ ടൈഫി കോസസ് ടൈഫസ്. അടുത്തത് റിക്കറ്റ്സിയൽ പോക്സ് ആണ്. റിക്കറ്റ്സിയൽ പോക്സ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ റിക്കറ്റ്സിയ അക്കാരി. റിക്കറ്റ്സിയ അക്കാരി എന്ന് പറയുന്ന റിക്കറ്റ്സിയാണ് റിക്കറ്റ്സിയൽ പോക്സ് ഉണ്ടാക്കുന്നത്. ബോട്ടുണീസ് ഫീവർ ഉണ്ടാക്കുന്നത് റിക്കറ്റ്സിയ കൊണോറിയാണ്. റിക്കറ്റ്സിയ കൊണോറി കോസസ് ബോട്ടുണീസ് ഫീവർ. റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ ഉണ്ടാക്കുന്നത് റിക്കറ്റ്സിയ എന്ന് പറയുന്ന റിക്കറ്റ്സിയാണ്. അത് ഈ റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ എന്ന് പറയുന്നത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഫേറ്റാലിറ്റി റേറ്റ് മരണനിരക്ക് ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ഈ റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ എന്ന് പറയുന്ന ഡിസീസ്. അപ്പം മെയിനായിട്ടും റിക്കറ്റ്സിയ ഉണ്ടാക്കുന്ന ഡിസീസുകൾ റിക്കറ്റ്സിയ ടൈഫി ഉണ്ടാക്കുന്ന ടൈഫസ്, റിക്കറ്റ്സിയ അക്കാരി ഉണ്ടാക്കുന്ന റിക്കറ്റ്സിയൽ പോക്സ്, റിക്കറ്റ്സിയ കൊറോണി ഉണ്ടാക്കുന്ന ബോട്ടുണീസ് ഫീവർ, റിക്കറ്റ്സിയ മൂലം ഉണ്ടാകുന്ന റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ. നെക്സ്റ്റ് ഈസ് സിംറ്റംസ്. ഈ റിക്കറ്റ്സിയ മിക്ക റിക്കറ്റ്സിയ നമ്മൾ പറഞ്ഞായിരുന്നു ആർത്രോപോഡ് വെക്റ്റേഴ്സ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലീസ്, ഫ്ലൈ, അതുപോലെ ടിക്സ്, ലൈസ് ഇതൊക്കെ ഷെഡ് ചെയ്യുന്ന അവരുടെ ഫീക്കൽ മെറ്റീരിയൽ ഹ്യൂമൻ ബീൻസ് എടുക്കാനുള്ള ചാൻസ് വന്ന, അല്ലെങ്കിൽ അവരുടെ സ്കിന്നിലോ റെസ്പിറേറ്ററി ട്രാക്റ്റിലോ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നാണ് ഈ ഡിസീസ് സ്പ്രെഡ് ആവുന്നത്. അപ്പം ഡിസീസ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആർത്രോപോഡ് വെക്റ്റേഴ്സ് വഴിയാണ്. ആ വെക്റ്റേഴ്സ് കടിക്കുന്നത് മൂലമല്ല നമുക്ക് ഈ രോഗം ഉണ്ടാകുന്നത്. അവരുടെ ഫീക്കൽ മെറ്റീരിയലിൽ ഈ പതോജൻ അടങ്ങിയിരിക്കും. അത് ഹ്യൂമൻ എങ്ങനെയെങ്കിലും സ്കിന്ന് വഴിയോ റെസ്പിറേറ്ററി ട്രാക്റ്റ് വഴിയോ ഒക്കെ നമ്മൾ ആ ഒരു ഈ ഫ്ലീസിൻ്റെ കാഷ്ടങ്ങൾ നമ്മൾ ഉള്ളിൽ ചെല്ലാൻ ഇട വന്നു കഴിഞ്ഞാൽ അത് നമ്മളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ സിംറ്റംസ് നൗസിയ, വൊമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ, ഹൈപ്പർ ടെൻഷൻ, അക്യൂട്ട് റീനൽ ഫെയിലുവർ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെയാണ്. അപ്പം നൗസിയയും വൊമിറ്റിങ്ങും അതുപോലെ അബ്ഡോമിനൽ പെയിനും ഹൈപ്പർ ടെൻഷനും അക്യൂട്ട് റീനൽ ഫെയിലുവർ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സിംറ്റംസൊക്കെ ഉള്ള രോഗമാണ് ഈ റിക്കറ്റ്സിയ മൂലം ഉള്ളത്. ഇപ്പോൾ റിക്കറ്റ്സിയ ആർത്രോപോഡ് വെക്റ്റേഴ്സിൻ്റെ ഫീക്കൽ മെറ്റീരിയലിൽ ആ പതോജനുണ്ട്. അതൊന്നുകിൽ സ്കിൻ വഴി അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റ് വഴി നമ്മളുടെ എൻഡോത്തീലിയൽ സെൽസിനകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ആ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഉള്ള സിംറ്റംസാണ് നൗസിയ, വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ, ഹൈപ്പർ ടെൻഷൻ, അക്യൂട്ട് റീനൽ ഫെയിലുവർ ആൻഡ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. അപ്പം ഒരു പ്രത്യേക ഓർഗനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല, അല്ലേ? നമുക്ക് ഒരു ജനറൽ ഒരു സിസ്റ്റമിക് എഫക്റ്റാണ് ഉണ്ടാകുന്നത്. വൊമിറ്റിംഗ് ഉണ്ടാകുന്നുണ്ട്, നൗസിയ വളരെ തളർച്ച ഉണ്ടാവും, അബ്ഡോമിനൽ പെയിന്, ഹൈപ്പർ ടെൻഷൻ, ബി പി കൂടുന്നു, അതുപോലെ കിഡ്നി ഫെയിലുവർ ആവുന്നു, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാ ഓർഗൻസിനും ഒരുമാതിരി ബാധിക്കുന്നൊരു രോഗമാണ് റിക്കറ്റ്സിയ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഈസ് എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഓഫ് റിക്കറ്റ്സിയ. റിക്കറ്റ്സിയയുടെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പം മൈറ്റോകോൺട്രിയ
നമ്മൾ നേരത്തെ കുറേ ആർക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് പറഞ്ഞിരുന്നു. അതുപോലെ എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു വിഭാഗക്കാരാണ് റിക്കറ്റ്സേ. മൈറ്റോകോൺട്രിയ ഇവരിൽ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നത് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പം മൈറ്റോകോൺട്രിയ ആർ ബിലീവ് ടു ഹാവ് ഇവോൾവ് ബൈ ദ എൻഡോസിംബയോസിസ് ഓഫ് എ ബാക്ടീരിയ ഇൻറ്റു അനദർ ബാക്ടീരിയ. അപ്പം എൻഡോസിംബയോട്ടിക് തിയറി അനുസരിച്ച് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഓർഗൻ യുക്കാരിയോട്ടിക് സെല്ലിലുണ്ടായത് ഒരു ബാക്ടീരിയ മറ്റൊരു ബാക്ടീരിയയിലേക്ക് കയറിയപ്പോൾ ആണ് എന്നാണ് എവല്യൂഷണറി ഹിസ്റ്ററി പറയുന്നത്. The genomic structure, endosymbiotic habit and the physiological features give evidence for this. അപ്പം അതായത് റിക്കറ്റ്സിയുടെ ജീനോമിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാലും അതിനെ എൻഡോസിംബയോട്ടിക് ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ അതിൻ്റെ ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഈ റിക്കറ്റ്സിയെ ആണ് യുക്കാരിയോട്ടിക് സെല്ലിലെ മൈറ്റോകോൺട്രിയ ആയത് എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഹൈപ്പോത്തസിസിന് സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ തെളിവും റിക്കറ്റ്സിയുടെ ജീനോം അനലൈസ് ചെയ്ത അല്ലെങ്കിൽ അവരുടെ എൻഡോസിംബയോട്ടിക് ഒരു ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയിൽ ഒരു മ്യൂച്വലിസം വഴി അകത്ത് കയറി കഴിയാനുള്ള അവരുടെ ആ ഒരു എബിലിറ്റി അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനുള്ള എവിഡൻസ് കിട്ടുന്നുമുണ്ട്. അപ്പം മൈറ്റോകോൺട്രിയ ആൻഡ് അൺലൈക്ക് അതർ ബാക്ടീരിയ റിക്കറ്റ്സേ ഡു നോട്ട് ഹാവ് ജീൻ ഫോർ അനൈറോബിക് ഗ്ലൈക്കോളിസിസ്. അതായത് മൈറ്റോകോൺട്രിയയിൽ മറ്റുള്ള ബാക്ടീരിയ പോലെയല്ല റിക്കറ്റ്സയിലും മൈറ്റോകോൺട്രിയയിലും അനൈറോബിക് ഗ്ലൈക്കോളിസിസിന് വേണ്ട ജീനുകളില്ല. അതുപോലെ അമിനോ ആസിഡ്സും ന്യൂക്ലിയോടൈഡ്സും സിന്തസൈസ് ചെയ്യാനുള്ള ജീനുകളും ഇല്ല. അപ്പം മറ്റ് ബാക്ടീരിയകൾ ഇതെല്ലാം ഉണ്ട്. പക്ഷേ റിക്കറ്റ്സേ ഡു നോട്ട് ഹാവ് ജീൻ ഫോർ അനൈറോബിക് ഗ്ലൈക്കോളിസിസ് ആൻഡ് ഫോർ ദി സിന്തസിസ് ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് ന്യൂക്ലിയോസൈഡ്സ്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയിലും DNA ഉണ്ടെങ്കിലും അവർക്ക് അനൈറോബിക് ഗ്ലൈക്കോളിസിസ് പെർഫോം ചെയ്യാനുള്ള ജീനോ അതുപോലെ തന്നെ അമിനോ ആസിഡ് ന്യൂക്ലിയോസൈഡ് സിന്തസൈസിന് വേണ്ട ജീനോ ഇല്ല. അതുപോലെ തന്നെ സെവറൽ റീജിയൻസ് ഓഫ് റിക്കറ്റ്സിയ ജീനോം ഹാവ് അബ്സല്യൂട്ട് സിമിലാരിറ്റി വിത്ത് ദാറ്റ് ഓഫ് മൈറ്റോകോൺട്രിയ ജീനോം. റിക്കറ്റ്സിയുടെ ജീനോമിൻ്റെ പല ഭാഗത്തിനും മൈറ്റോകോൺട്രിയയുടെ ജീനോമുമായിട്ട് വളരെ സിമിലാരിറ്റിയും ഉണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെ ഫാക്ടേഴ്സാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഓർഗൻ യുക്കാരിയോട്ടിൽ ഫോം ചെയ്തത് റിക്കറ്റ്സി എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണെന്ന് ഉള്ള ഒരു എവിഡൻസ് തരുന്നത്. അപ്പം മൈറ്റോകോൺട്രിയ ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ഹാവ് ബീൻ ഇവോൾവ്ഡ് ഫ്രം endosymbiosis of a bacteria. That bacteria is a rickettsiae with another bacteria. Genomic structure, endosymbiotic habit and physiological features of rickettsiae give evidence for this. And the evidence is also been supported by the fact that mitochondria and rickettsiae do not have a gene for anaerobic glycolysis, and also they do not have genes for the synthesis of amino acids and nucleosides. And several regions of rickettsiae genome they have absolute similarity with that of mitochondrial genome. അപ്പോൾ ഈ ഫാക്ട്സൊക്കെ നമുക്ക് എന്തിനേക്കുള്ള വഴി തരുന്നു? മൈറ്റോകോൺട്രിയ ഇവോൾവ് ചെയ്തത് റിക്കറ്റ്സിയെ മറ്റൊരു ബാക്ടീരിയത്തിൽ എൻഡോസിംബയോസിസ് നടത്തിയത് മൂലമാണ് എന്നുള്ളതിന് എവിഡൻസ് തരും. ഇനി ഇത് ഞാൻ റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ എന്ന് പറയുന്ന ഡിസീസ്, ആ ഡിസീസിൻ്റെ ഒരു പതോജനിക് കണ്ടീഷൻസ് കാണിക്കാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ആ ഡിസീസ് വരുന്ന ആൾക്ക് എന്തുകൊണ്ടാണ് ആ റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ എന്ന് പറയുന്നത്? അപ്പം ഈ മൗണ്ടനിലെ പാറയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത് പോലെയുള്ള സ്പോട്ടുകൾ ശരീരം മൊത്തം എക്സ്ട്രിമിറ്റീസിലാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ കയ്യിലും കാലിലുമൊക്കെ ഇങ്ങനെ പൊങ്ങലുകൾ വരും, ചുമന്ന് തടിച്ച് പൊങ്ങലുകൾ വരും. അപ്പോൾ ഇതാണ് റിക്കറ്റ്സി ഉണ്ടാക്കുന്ന റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ എന്ന് പറയുന്ന ഡിസീസ്. അപ്പോൾ ഈ ഡിസീസാണ് ഹൊവാൾഡ് ടൈലർ റിക്കറ്റ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടെത്തി. ലേറ്റർ അദ്ദേഹത്തിന് ഈ അസുഖം വന്നതിന് മരണപ്പെടുകയും ചെയ്തു. അപ്പം നമ്മൾ റിക്കറ്റ്സിയെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ റിക്കറ്റ്സിയെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.